നമ്മുടെയൊക്കെ ലൈഫിൽ ചില വ്യക്തികളുണ്ടാവും. അവർ ശരിക്കും കുറ്റം കണ്ടെത്താൻ വേണ്ടി മാത്രം നമ്മളെ കൂടിയ ആൾക്കാരായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും കുറ്റങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കെന്നെ പലപ്പോഴും തോന്നും, എന്തിനാണ് ഇവർ ഈ കുറ്റം പറയുന്നത്? പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മദറിലോ ഫാദറിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അവരെന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ ദിവസവും ഇങ്ങനെ അവരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ പറയുന്നത് കാരണം ജീവിതത്തിലൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യാൻ പറ്റാതെ ഉത്കണ്ഠയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാത്തിനും പേടിയാണ്. ഒന്നും ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അവരെപ്പോഴും ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കും. ബട്ട് ആ എഫേർട്ടുകളൊന്നും പൊതുവേ എന്ത് ചെയ്യാൻ പറ്റുന്നത് പ്രയോജനകരമല്ലാതെ ആവുക ചെയ്യും. അവരെടുക്കുന്ന എഫേർട്ടിനാരും കാണാത്തൊരവസ്ഥ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. മറ്റു ചില ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുന്നത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അത്ര വലിയ ജോബാണോ, ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? നമ്മൾ ചെയ്യുന്ന പല കാര്യത്തെയും ഡിസ്കൗണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടിനെ അവർ മാനിക്കില്ല, അതിനെ പ്രകീർത്തിക്കില്ല, അതിനെ പ്രശംസിക്കില്ല. അപ്പം അതൊന്നും മാത്രമല്ല, അതിനൊക്കെ കുറ്റപ്പെടുത്തി നിസ്സാരവൽക്കരിക്കുന്ന ആൾക്കാർ കാണാൻ പറ്റും. നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും ദേഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിനെ, നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന ഒരു വാല്യൂവിനെ, നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന ഒരു ബഹുമാനത്തെ, സ്നേഹത്തെ ആളുകൾ വളരെ നിസ്സാരമായിട്ട് കാണുമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനത് താങ്ങില്ല. അവിടെയാണ് മനുഷ്യന്മാർ ഒരുപാട് മാനസികപരമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലമെന്ന്